ബഹുമാനപ്പെട്ട മയ്യഴിയുടെ കഥാകാരൻ, അതുപോലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ ഭാസ്കരൻ മാഷ്, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, എല്ലാവരും പേര് ഞാൻ പ്രത്യേകിച്ചെടുത്ത് പറയുന്നില്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, മുൻ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, എല്ലാവരെയും, എൻ്റെ പ്രിയ ബന്ധുക്കളെ, ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് ഉപഹാരങ്ങൾ, ഇതിനൊക്കെ ഞാൻ അർഹനാണോ എന്ന് ചിന്തിക്കുകയായിരുന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ മാത്രമേ, അതിലും ഒരംശം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു അധ്യാപകൻ ചെയ്യേണ്ട എല്ലാ കർത്തവ്യവും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ഹൃദയമാണ് എൻ്റെ വിദ്യാലയമായിട്ട് കണ്ടിട്ടുള്ളത്. അതെൻ്റെ കുടുംബക്കാർക്കറിയാം, എൻ്റെ ഭാര്യക്കറിയാം. അവരൊന്നും എന്നോട് പരാതി പറയാനില്ല. ബന്ധു മരിച്ചാൽ പോകാൻ നിങ്ങൾ വരണമെന്ന് എന്നോട് പറയാറില്ല. നിങ്ങൾക്ക് സ്കൂളിൽ തിരക്കല്ലേ, നിങ്ങൾ വരണ്ട, ഞാൻ പോയിക്കോളൂ. മറ്റൊരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോട്ടെ. എൻ്റെ കുടുംബത്തെയാണ് ഞാൻ ആദ്യം ഈ കാര്യത്തിൽ എന്താ പറയാ, കുടുംബം നൽകിയിട്ടുള്ള പിന്തുണയാണ് എനിക്ക് എൻ്റെ വിദ്യാലയത്തെ സ്നേഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എനിക്കൊരു ദിവസം സ്കൂളിൽ വരാതിരിക്കാൻ കഴിയില്ല. ഞാൻ ഈ വർഷം, മറ്റു വർഷങ്ങളൊന്നും പറയുന്നില്ല, ഈ വർഷത്തിൽ ഒറ്റ ദിവസവും സ്കൂളിൽ വരാത്ത ദിവസമില്ല. എല്ലാ ദിവസവും കൃത്യം 8 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വൈകുന്നേരം 5 മണി അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്. ഒരു സംഘടനാ പ്രവർത്തകൻ കൂടിയായിരുന്നു ഞാൻ. KSTയുടെ, എൻ്റെ അധ്യാപക സംഘടനയുടെ, ഞാൻ എൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന എൻ്റെ അധ്യാപക സംഘടനയുടെ ഒരു എളിയ പ്രവർത്തകനായതുകൊണ്ട് അതിൻ്റെ ആ സംഘടനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രധാനമായും ലീവ് എടുത്തിട്ടുള്ളത്. ഞാൻ ലീവ് എടുക്കാറില്ല. എനിക്ക് സ്കൂൾ വിട്ടു പോകാൻ വേണ്ടി കഴിയില്ല. അപ്പം നിങ്ങൾ പറയും, പക്ഷെ ജൂൺ 1-ാം തീയതി നിങ്ങൾ രാവിലെ എണീറ്റിങ് വരൂലേ? ഞാൻ വരൂലേ? അതിനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ജീവിതമാകുന്ന ഈ വിദ്യാലയം എൻ്റെ മരണം വരെ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന ഒരൊറ്റ ഉറപ്പ് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ. ഇതിൻ്റെ എല്ലാ വളർച്ചയിലും ഇനി തളർച്ചയില്ല. എൻ്റെ വിദ്യാലയത്തിൽ എൻ്റെ എല്ലാ വളർച്ചയിലും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. അത്രയും സ്നേഹിച്ച് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളൊന്നും ഞാൻ എണ്ണി പറയുന്നില്ല. ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഇവിടെ സൂചിപ്പിച്ച 33 വർഷം. 1992 ഒക്ടോബർ മാസം 14-ാം തീയതിയാണ് ഞാൻ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നത്. തലേ ദിവസം ഞാൻ വന്നു. ഭാസ്കരൻ മാഷെയും അതുപോലെ സെയ്ദ് മാഷെയും ഉമ്മ ടീച്ചറെയും ഗൗരി ടീച്ചറെയും കണ്ടു. രവീന്ദ്രൻ മാഷ് പോയ ഒഴിവിലേക്കാണ് ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് വരുന്നത്. രവീന്ദ്രൻ മാഷ്ക്ക് PSC കിട്ടി, എൻ്റെ മഹാഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടുകാരനെ ആയിട്ടുണ്ടാവില്ല. കാരണം അതിനുശേഷം ഇവിടെ പിരിയേണ്ടത് ഭാസ്കരൻ മാഷാണ് 2008. കുറേ കാലം കഴിഞ്ഞു. അപ്പം മഹാഭാഗ്യം തന്ന രവീന്ദ്രൻ മാഷ് ഞാൻ ആദ്യം ഓർക്കുന്നു. ഇവിടെ വരുമ്പോൾ ഈ 4 പേരാണ് എന്നെ സ്വീകരിച്ചത്. ഞാൻ ആദ്യം നോക്കിയത്, അക്കാലത്ത് ഞാൻ പാൻ്റ് ഇടുമായിരുന്നു. ഭാസ്കരൻ മാഷും സെയ്ദ് മാഷും ഉണ്ടാണ്. ഞാൻ അന്ന് അഴിച്ചു വെച്ചതാണ് എൻ്റെ പാൻറ്.
ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല. എനിക്കിപ്പോൾ പാൻറ്റില്ല. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത് ഇനി 31 മെയ് 31 കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് പഴയതിലേക്ക് പോകും. ആവില്ല എനിക്ക് പോകാൻ. കാരണം ഒരു അധ്യാപകൻ എന്ന് ഞാൻ വില കൽപ്പിക്കുന്നത് എൻ്റെ ഭാസ്കരൻ മാഷയുടെ പിന്നാലെ കൂടിയാണ്. TTC കാലത്ത് നേടിയ അറിവുകളുണ്ട്. അവിടെയും എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അവരുടെയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും എത്തുന്ന ഒരാളായിരുന്നുവെങ്കിലും ഭാസ്കരൻ മാഷയുടെ കൂടെ കൂടിയപ്പോഴാണ് ഞാനായത്. മാഷിനിൽ അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസമാണ് ഈ വിദ്യാലയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാഷ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനൊരു മറുവാക്കില്ല. അല്ല, ഞാൻ എന്തെങ്കിലും ഒരു മാഷോട് മാഷ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞ മാഷക്കും അതിനൊരു എതിർവാക്കില്ല. നീ ചെയ്തോ. സ്കൂളിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ് തരിക മാഷ്. അല്ലെങ്കിലോ മാഷ കയ്യിലുണ്ടെങ്കിൽ മാഷക്ക് എവിടെയും പോകണമെങ്കിൽ രാവിലെ മാഷ് എൻ്റെ വീട്ടിലെത്തും താക്കോല് തരാൻ. അങ്ങനെയൊരു ബന്ധത്തിലൂടെ, അങ്ങനെയൊരു പിന്തുണയിലൂടെ വളർന്നു വന്നു. സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് ഞാൻ വന്നതൊരു കാരണമായെന്ന് തോന്നുന്നു. അതിന് മുന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും എനിക്ക് അത്ര വലിയ അറിവില്ലെങ്കിലും 92 ഞാൻ വന്നതിന് ശേഷം 93 നമ്മുടെ ഉച്ചഭക്ഷണം, അന്ന് ഉച്ചക്കഞ്ഞിയാണ്. സർക്കാർ തരുന്ന അരിയും പയറും. അന്ന് UDF ആണ് ഭരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ലേ. നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് നൽകാനുള്ള അരിയും പയറും കിട്ടാതെ വന്നപ്പോൾ മാഷിനോട് ചോദിച്ചു, എന്താ മാഷ് ചെയ്യുക? അന്നതുപോലെ ഇന്നാണെങ്കിൽ ഞാൻ പറയും, ഞാൻ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം മാഷേന്ന്. പക്ഷെ അന്ന് വലിയ ശമ്പളമൊന്നുമില്ല. ഞാൻ ആദ്യം വാങ്ങിയത് 1175 രൂപ ഒരു മാസത്തെ ശമ്പളം. ഇന്നത്തെ ശമ്പളം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ആ മാറ്റമുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ചിലപ്പോൾ പറയും, അരിയില്ലേ ചെയ്ത് മാഷ് നാളത്തേക്ക് വേണ്ട അരി വാങ്ങിക്കുമെന്ന് ഞാൻ പറയും. പക്ഷെ അന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം തുച്ഛമായ ഒരു വരുമാനമാണ്. മാഷോട് ഞാൻ പറഞ്ഞു, മാഷ നമുക്കെന്നപ്പോൾ നാട്ടുകാരില്ലേ? അതെ ഞാൻ നിങ്ങളോടും പറയാൻ പോകുന്നത്. അപ്പൊ അന്ന് നമ്മുടെ ഗോപാലിക അമ്മ രാജ മാഷ് ഓർക്കുന്നുണ്ടാവും, നമുക്ക് അവിടെ പോകാം എന്ന് പറഞ്ഞ് ഞാനും മാഷും കൂടി പോയി അമ്മ തമ്പുരാട്ടിയെ കണ്ടു. വളരെ സന്തോഷത്തോടെ ഞാൻ ഇന്നും ഓർക്കുക ആ രംഗം. അരിക്ക് ചോദിച്ച ഞങ്ങൾക്ക് തന്നത് അരി മാത്രമല്ല, തേങ്ങയും. അവിടുന്ന് തുടങ്ങി നമ്മുടെ ജൈത്രയാത്ര. ഉച്ചക്കഞ്ഞി ഉച്ചഭക്ഷണമാക്കി ഉച്ചയൂണാക്കി മാറ്റിക്കൊണ്ട് 93 ദേശാഭിമാനിയിൽ വന്ന വലിയ വാർത്ത ഇന്നും ഞാൻ എൻ്റെ ഹൃദയത്തിൽ എന്ന പോലെ, എൻ്റെ മനസ്സിലെന്ന പോലെ, എൻ്റെ പുസ്തകങ്ങളിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആ വാർത്ത പഴശ്ശി ഈസ്റ്റ് LP സ്കൂളിൽ ഉച്ചക്കഞ്ഞി മുടങ്ങിയപ്പോൾ ചോറൂട്ടുന്നു നാട്ടുകാർ. അവിടെയാണ് ഏറ്റവും പ്രാധാന്യം. നാട്ടുകാർ, ഞങ്ങൾ അധ്യാപകരല്ല, ഞങ്ങളുടെ രക്ഷിതാക്കളല്ല, ഞങ്ങളുടെ വിദ്യാലയത്തിന് ചുറ്റുമുള്ള നാട്ടുകാരാണ് അന്ന് അത് ഏറ്റെടുത്തത്. അത് മാത്രമല്ല അന്ന് അവർ ചെയ്തത്, ഈ സംസ്ഥാനത്ത് സർക്കാർ ആലോചിക്കാത്ത, ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ആലോചിക്കാതെ ഇപ്പോൾ എല്ലാ വിദ്യാലയങ്ങളും നമുക്ക് നിർദ്ദേശം എന്നാ ഉച്ചഭക്ഷണത്തിന് പച്ചക്കറി അല്ലെങ്കിൽ കൃഷി. ആ മാസത്തിൽ ഓരോ ചോദ്യമുണ്ട്. ഈ ഗൂഗിൾ ഫോം ഇപ്പം എല്ലാം ഓൺലൈനിലായതുകൊണ്ടെല്ലാം പെട്ടെന്ന് പച്ചക്കറി കൃഷി ഉണ്ടോ, ഇപ്പൊ തുടരുന്നുണ്ടോ, എന്തൊക്കെ വിളവാണ് കിട്ടുന്നത്, ഇതിന്റെ എണ്ണം ഓരോ മാസം കൊടുക്കണം. അന്ന് സർക്കാർ ആലോചിച്ചിട്ടില്ല വിദ്യാലയങ്ങളിൽ കൃഷി ചെയ്യണമെന്ന്. ഭാസ്കരൻ മാഷയുടെ നേതൃത്വത്തിൽ, നമ്മുടെ CP ബാലാട്ടന്റെ നേതൃത്വത്തിൽ ഈ തൊട്ടടുത്തുള്ള വയലിൽ വാഴക്കൃഷി, മരച്ചീനി കൃഷി, ഇതൊന്നും അന്നൊരു സ്കൂളിന് സങ്കല്പിക്കാൻ പറ്റുന്നതല്ല. വെള്ളം കോരാൻ ഞങ്ങൾക്ക് പോകണ്ട, നാട്ടുകാർ അത് ഏറ്റെടുത്തു. അവിടുന്ന് തുടങ്ങി. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. അങ്ങനെയാണ് മാഷൊരു ദിവസം പറയുന്നത്, നമ്മുടെ സ്കൂളിൽ വന്നു ചേരുന്ന എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ട് പഠനോപകരണം നൽകിയാണ്. ഞാൻ പറഞ്ഞു, നല്ലൊരു പരിപാടിയാണ് മാഷെ, പക്ഷെ അതിന് ഫണ്ട് വേണ്ട. അതിനെന്താ, നിങ്ങളുണ്ടല്ലോ. എന്തിനാണെന്നറിയാമോ? മുന്നിൽ മാഷ് നിൽക്കും, പിന്നിൽ ഞാനുണ്ടായാൽ മതി. അപ്പൊ നമുക്ക്
നമുക്ക് പറയാൻ ഒരു വാക്ക് നമ്മൾ പാർലമെന്റ് ഇത് ഒരു ഔദ്യോഗികമായി പറയാൻ പറ്റുന്നതല്ലെങ്കിൽ നമുക്കൊരു കുറി നടത്താമെന്ന് പറഞ്ഞു. കുറി അതിലിടയ്ക്കുണ്ട്. നമ്മൾ മൈക്ക് സെറ്റ് വാങ്ങിച്ചത് കുറി നടത്തിയാണ്. നമ്മുടെ സ്കൂളിലേക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ അന്ന് വാങ്ങിച്ചത്. അപ്പം നമുക്കൊരു വലിയൊരു കുറി നടത്താം. അന്നൊരു 50,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലൊന്നും ആരും അത്രയും വലിയ കുറി നടക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ മുമ്പിലുണ്ട്, എനിക്കെന്താ പേടി? കാരണം ഭാസ്കരൻ മാഷ് ഇവിടുത്തെ നേതാവാണ്, ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ച ഒരു വ്യക്തിയാണ്, നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണെന്ന് എനിക്കറിയാം. നമ്മളല്ലേ ഒരു ശിശു. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നിൽ നിന്ന് ഞാൻ ചെയ്യും. റെഡി. 50 ആളുകളെ കണ്ടു. ഒരു വിഷമം ഉണ്ടായിട്ടില്ല 50 ആളുകളെ കണ്ടെത്താൻ. എല്ലാവരും ഇങ്ങോട്ട് വന്നു. സ്കൂളിലേതല്ലേ, ഭാസ്കരൻ മാഷിൻ്റെതല്ലേ, ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. 50,000 രൂപയുടെ കുറി നടത്തി. ആ പൈസ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് പഠനോപകരണ വിതരണ പദ്ധതി 1994 അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തെ ആദ്യത്തെ അനുഭവം. ആ അനുഭവത്തിൽ നിന്നായിരിക്കാം സംസ്ഥാന സർക്കാർ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. 8ാം ക്ലാസ് വരെ ഞങ്ങള് അന്ന് സൗജന്യമായി കൊടുത്തതാണ് പാഠപുസ്തകം. ഇപ്പൊ ഞങ്ങളിപ്പോൾ പാഠപുസ്തകങ്ങൾ സൗജന്യമായി വാങ്ങണ്ട. തീർന്നില്ല. ഈ പറഞ്ഞു പോയ കുറേ ആയി പോകുന്നു. പേടിയോ. 97 കഴിഞ്ഞ് 2000 ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ കുറിയൊക്കെ കഴിഞ്ഞു. ഞാൻ മെല്ലെ മാഷോട് പറഞ്ഞു, മാഷേ ഈ യൂണിഫോം നമ്മൾ കൊടുക്കുന്ന ഒന്നിച്ച് കൊടുക്കുന്ന ഒരേ സാധനമല്ലേ നല്ല, നമുക്ക് അതിനൊരു ഫണ്ടാക്കിയാണ്. മാഷത് പറയുന്നതിന് മുമ്പേ ഞാനത് നേരത്തെ ആലോചിച്ചതായി. നമുക്ക് അടുത്ത കുറി തുടങ്ങാം. ഞാൻ പറഞ്ഞു, അതിന് 50,000 കൊണ്ടൊന്നും തികയില്ല. കാരണം കുട്ടികൾക്ക് വേണ്ട ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ, അത് തുന്നിക്കൊടുക്കണമെങ്കിൽ അത്രയും നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നോക്കണം. അങ്ങനെ 1,00,000 രൂപയുടെ കുറി തുടങ്ങി. നമ്മൾ സ്കൂളിൽ വന്നു ചേരുന്ന എല്ലാ കുട്ടികൾക്കും, അതിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നില്ല, എല്ലാവർക്കും സൗജന്യമായി യൂണിഫോം കൊടുത്തു. സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്തില്ലേ? ഇന്ന് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. പ്രീ പ്രൈമറിക്ക് യൂണിഫോം ആയി കൊടുക്കുകയുള്ളൂ. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് സംസ്ഥാന സർക്കാർ കൈത്തറി യൂണിഫോം സൗജന്യമായി ഞങ്ങൾക്ക് തരുന്നു. തുടങ്ങിയത് ഞങ്ങളല്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർത്തോർത്ത് പറയാനുണ്ട്. 2008 മാഷ് പിരിഞ്ഞു. അതിനുശേഷം ഉമാദേവി ടീച്ചറാണ് പ്രധാന അധ്യാപികയായിട്ട് വരുന്നത്. ടീച്ചറുടെ പിന്നിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് നാട്ടുകാരെ ഏകോപിച്ചുകൊണ്ട് പച്ചക്കറി കൃഷിയും തുടർന്ന് എല്ലാ പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ട് ടീച്ചറുടെ പിന്നിൽ 8 വർഷക്കാലം അടിയുറച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതും ഒരു മഹാഭാഗ്യം വഹിക്കുന്നു. ടീച്ചറും എന്ത് ചെയ്യുന്നതിനും ഒരു എതിരഭിപ്രായം ഉണ്ടാകാറില്ല. ആ സമയത്താണ് നമ്മുടെ വിദ്യാലയത്തിന് ഒരു വാഹനം ടീച്ചറുടെ കാലത്താണ് വന്നത്. രക്ഷിതാക്കളുടെ പൂർണ്ണമായ സഹകരണം ലഭിച്ചുകൊണ്ടാണ് ആ പദ്ധതി, ആ പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് 2 വാഹനത്തിലെത്തി നിൽക്കുന്നുണ്ട്. അതിനുശേഷം 2015 ടീച്ചർ പിരിഞ്ഞു. ടീച്ചർ പിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകനായി വരുന്നത്. വളരെ ആശങ്കയായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞ ഗൗരി ടീച്ചറാണ് പ്രധാന അധ്യാപികയായിട്ട് വരേണ്ടത്. ടീച്ചർ 2 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, മാഷെ ഞാനാവില്ല, നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോളണം. ഞാൻ പറഞ്ഞു, ടീച്ചറെ എനിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഉഴപ്പിക്കളിച്ചപ്പോൾ എൻ്റെ സംഘടനയുടെ പഴയ നേതാവ്, ഈ നാട്ടിലെ പ്രശസ്തനുമായിട്ടുള്ള നമ്മുടെ സ്കൂളിലെ പൂർവ്വ അധ്യാപകനായിട്ടുള്ള രാഘവ് മാഷ് ഒരു ദിവസം രാവിലെ എന്നെ ലാൻഡ് ഫോണിൽ വിളിച്ചു. മാഷ് ഇങ്ങനെ ഗൗരി ഇങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളെന്താ ടെസ്റ്റ് ചെയ്താട്ടെ? എന്തായാലും എഴുതണം നിങ്ങൾ. അങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. 1ാമത്തെ തവണ തന്നെ എല്ലാ വിഷയങ്ങളും പാസ്സായി. അവിടെ നിന്ന് ഒരു ധൈര്യം തുടങ്ങി. പ്രധാനാധ്യാപകനായപ്പോൾ പിന്നീട് എനിക്ക് കിട്ടിയിട്ടുള്ള സ്നേഹം വളരെ വലുതാണ്. അതെൻ്റെ വിദ്യാലയത്തിൽ നിന്ന് മാത്രമല്ല, ഈ നാട്ടുകാരിൽ നിന്ന് മാത്രമല്ല, എൻ്റെ സബ് ജില്ലയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ
ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട ഉയർന്ന വിദ്യാഭ്യാസ ഓഫീസർ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിൻ്റെ സെക്രട്ടറിയാണ് ഞാനിപ്പോൾ. ഞാൻ ആഗ്രഹിച്ചതല്ല അത്. പഴയ സെക്രട്ടറി പിരിഞ്ഞപ്പോൾ പണ്ടൊക്കെ ഞാനൊക്കെ ഇതിൽ കയറിയപ്പോൾ തന്നെ അതിലൊരു സംഘടന എന്നുള്ള രീതിയിൽ അതിലൊരു മത്സരം വരും. അപ്പോൾ മത്സരം വന്നാൽ ഞങ്ങൾ KSTക്കാർ ജയിക്കില്ല. അവിടെ ജയിക്കുന്നത് KPPH-ക്കാരാണ്. കാരണം ഈ HM ആയിക്കഴിഞ്ഞാൽ, ഹെഡ് മാസ്റ്റർ ആയിക്കഴിഞ്ഞാൽ ആളുകളുടെ, നമ്മുടെ ഹെഡ് മാസ്റ്റർമാരുടെ വിചാരം അത് KPPH ആണ് ഹെഡ് മാസ്റ്റർ. അപ്പം അങ്ങനെ ഉള്ള ഒരു ബോധം വരുന്നതുകൊണ്ട് അവർക്കായിരിക്കും കൂടുതൽ പിന്തുണ. അപ്പം അവർ കൈയടക്കിയിരുന്ന, അല്ലെങ്കിൽ അവർ സ്ഥിരമായി ജയിച്ചു വന്നിരുന്ന, അല്ലെങ്കിൽ അവർ സ്ഥിരമായി വഹിച്ചു വന്നിരുന്ന ഈ സെക്രട്ടറി സ്ഥാനം ഈ വർഷം വന്നപ്പോൾ ഞാനിങ്ങനെ ഒന്ന് മാറി മാറി കളിച്ചു. കാരണം ഇതെൻ്റെ തലയിൽ വരുന്ന എനിക്കറിയില്ല, എനിക്ക് വേണ്ട. അപ്പൊ ഏതായാലും അവിടെ എന്തായാലും ആളുകളുടെ നിർദ്ദേശം വരില്ല. അപ്പൊ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്നപ്പോ എന്റെ പേരങ്ങ് പറഞ്ഞു. എന്റെ പേര് പറഞ്ഞപ്പോ അവിടെ മറ്റൊരു വാക്കില്ല, ആർക്കും. അനിവാഷ നമ്മളില്ല. അങ്ങനെ ഹെഡ് മാസ്റ്റർമാരുടെ ഇടയിലും ഒരു അംഗീകാരം ഈ ഒരു കാര്യത്തിൽ നേടാൻ വേണ്ടി കഴിഞ്ഞു എന്നത് അഭിമാനത്തോടെ കാണുക. ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. പക്ഷെ മൂന്നാറിനൊക്കെ പോകേണ്ട ഒരു തിരക്കുള്ളത് കൊണ്ട് തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്ന്, ഞാൻ അന്നും ഇന്നും എൻ്റെ സമയനിഷ്ഠയും കൃത്യനിഷ്ഠയുമാണ്. ഞാൻ സൂചിപ്പിച്ചല്ല, കൃത്യം 8 മണിക്ക് അമ്മി കുമ്മായാലും ഞാൻ 8 മണിക്ക് സ്കൂളിൽ പോകും. അതിലിടയിൽ എന്ത് തിരക്ക് വന്നാലും ശരി. ചിലപ്പോൾ രാവിലെ ആരെങ്കിലും മരിച്ച നാട്ടുകാരും മരിച്ചു കയറുമ്പോൾ എന്നിട്ട് അപ്പോൾ 8 മണിക്കുള്ള 7:30 പോകും. എന്നാലും 8 മണിക്ക് സ്കൂളിലെത്തണം. ആ ഒരു നിഷ്ഠ, ആ ഒരു സമയനിഷ്ഠ എല്ലാ കാര്യത്തിലും. ഒരു പരിപാടിക്കും ഞാൻ ഇന്ന് വരെ വൈകി എത്തിയിട്ടില്ല. ചിലപ്പോൾ പോകാറുണ്ട്. 5 മണി എന്ന് പറഞ്ഞൊരു യോഗത്തിൽ ഞാൻ ചിലപ്പോൾ 6 മണിക്ക് എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പോയത്? അതൊരു കാലത്തും 5 മണിക്ക് നടക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് 6 മണിക്ക് പോകാം എന്നതല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഞാൻ സമയം വൈകി പോയിട്ടില്ല. എൻ്റെ ഹൃദയത്തെ തൊട്ട് എനിക്ക് പറയാൻ കഴിയും. എന്നെ അറിയുന്നവർക്കതറിയാം. ബഹുമാനപ്പെട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിച്ചത് സാറിൻ്റെ ഒരു വർത്തമാനമാണ്. 10 മണിക്ക് കോൺഫറൻസ് വെച്ചാൽ 10 മണിക്ക് എത്തിയിരിക്കണം. 10:10 എത്തിയ മാഷോട് നിങ്ങൾ വേറെ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ 10 മിനിറ്റ് ലേറ്റാണ്, അല്ലാതെ നിങ്ങൾ എന്താ വൈകി വന്നെന്നോ ഇങ്ങനെ വൈകാൻ പാടില്ലെന്നോ ശകാരിക്കുകയോ എന്നോ അല്ല പറഞ്ഞത്. 10 മിനിറ്റ് ലേറ്റാണെന്ന് മാഷ് പറയും. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. കാരണം എന്നെപ്പോലെ സമയനിഷ്ഠ പാലിക്കുന്ന ആളുണ്ടല്ലോ എന്നറിഞ്ഞത്. അങ്ങനെ കൃത്യമായ സമയനിഷ്ഠ പാലിച്ചു. അവിടെയാണ് എൻ്റെ കൃത്യനിഷ്ഠയും വരുന്നത്. സ്കൂളിൽ ഒരു കാര്യം ആലോചിച്ചാൽ അത് കൃത്യമായിട്ട് ആ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം. അതിന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. അവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തിനു കട്ടക്ക് എൻ്റെ പിന്നിൽ നിൽക്കും? മറിച്ചൊരു അഭിപ്രായമില്ല. രാവിലെ 8 മണിക്ക് അല്ലെ 8:30 സ്കൂളിലെത്തണം എന്ന് പറഞ്ഞാൽ എല്ലാവരും റെഡിയാ. അനിമാഷ് പറഞ്ഞത് ഉള്ളിലെന്തെങ്കിലും ശമിക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയില്ല. പക്ഷെ പുറത്തൊന്നും കാണിക്കാറില്ല. വളരെ സ്നേഹമാണ് അവർക്ക്. ഞാൻ ശകാരിക്കാറുണ്ട്. ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ ഞാനിങ്ങനെ ഒരു വളരെ മിതവാദിയൊന്നുമല്ല. എൻ്റെ വീട്ടുകാർക്കെല്ലാം അറിയാം. പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ്. പക്ഷെ ആ ദേഷ്യം വന്നത് അതേപോലെ കൂടി വരും. എൻ്റെ സഹപ്രവർത്തകർക്ക് അതെ. അനിമാഷ് ഇപ്പം പറയുന്നത് അമൃത ടീച്ചർ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മുഖം കണ്ട ടീച്ചർക്ക് എന്തോ എന്നെ പറയാൻ പറ്റും. ടീച്ചർ എൻ്റെ മുമ്പിൽ വന്ന് ഞാൻ എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടുള്ള ടീച്ചർ തീർന്ന അവിടെ നമ്മൾ തമ്മിലുള്ള ദേഷ്യം.
ഇങ്ങനെ എനിക്കുള്ള എല്ലാ പിന്തുണയും തന്ന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ അധ്യാപകർ, ഞാൻ കഴിഞ്ഞ നമ്മുടെ ഈ PTA MPT അനുവാദയോഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ വരുമ്പോൾ ഞങ്ങൾ 5 പേരാണ്, ഞാനിവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ 14 പേരാണ്. മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ആ മാറ്റത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്, അഭിമാനിക്കുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട മാനേജറുടെ പ്രവൃത്തികളാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വന്നു. നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ ഹൈടെക് ആകണം എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രവീന്ദ്രൻ സാറിൻ്റെ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അതിലിടയ്ക്ക് ഒരു കാര്യം പറയാൻ പറ്റും, 33 വർഷത്തില് 32 വർഷക്കാലം ഞാൻ 4ാം ക്ലാസ്സിലെ അധ്യാപകനാണ്. ആദ്യത്തെ കൊല്ലം ഞാൻ ചേരുമ്പോൾ 1ാം ക്ലാസ്സിലാണ് ഭാസ്കരൻ മാഷ് എന്നെ നിശ്ചയിച്ചത്. അപ്പോൾ മാഷൊക്കെ തോന്നി ഇവൻ 1ാം ക്ലാസ് കൊള്ളൂല, നിങ്ങൾ 4ാം ക്ലാസ്സിൽ എടുത്താൽ അന്ന് മുതൽ ഇന്ന് വരെ പഠിക്കുക, ഇറങ്ങിയിട്ടില്ല കയറി 4ാം ക്ലാസ്സിൽ. അപ്പോൾ 4ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വിദ്യാലയത്തിൽ അന്ന് ഒരു 3 നില കെട്ടിടമുണ്ട്. അപ്പം ഏറ്റവും മേലെ അത് താൽക്കാലിക കെട്ടിടമാണ്, അതിനൊരു പെർമിഷനൊന്നും ഇല്ല, സത്യം അത് പറയാൻ വേണ്ടി പാടില്ല. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം അവിടെ എത്തിച്ചേരാൻ. എത്തിച്ചേർന്ന് നല്ല കാറ്റുണ്ട്, വെയിലുണ്ട്, നല്ല ചൂടും ഉണ്ടാവും. പക്ഷേ വളരെ ഇഷ്ടമാണ് എനിക്ക്. കയറിപ്പോയി അവിടെ ഞാനും എൻ്റെ കുട്ടികളും എന്ന ലോകം, എൻ്റെ മക്കള്, എൻ്റെ കുട്ടികൾ. ഇന്നും ആരൊക്കെയോ പഴയ കുട്ടികൾ എന്നെ കാണാൻ വന്നു, ശിശിര വന്നു, എവിടുന്ന് വളരെ ദൂരെന്ന് ഓടി വരികയാണ്. മാഷ് ഇന്നെന്തായാലും ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. എൻ്റെ കുട്ടികൾക്കെല്ലാം എന്നോട് സ്നേഹമുണ്ട്. അവരൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ കരഞ്ഞിട്ടാണ് പോകുക. ഇതിൽ 4ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുട്ടികൾക്കൊരു പേടിയാണ്. കാരണം അനിമാഷ് ഇവര് ടീച്ചർമാരെല്ലാം പറയുന്ന ഒരു വാക്കുണ്ട്, അനിമാഷോട് പറയാം, LKG UKG ക്ലാസ്സുകളിലെ കുട്ടികൾക്കെല്ലാം ഇപ്പം എന്നൊരു പേടിയുണ്ട്. അന്തം കുട്ടികൾ കഴിച്ചാൽ അപ്പോൾ പറയാം, അനിമാഷോട് പറയാം. അപ്പൊ 4ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ വരുമ്പോ അനിമാഷ് ക്ലാസ് പോകുന്നില്ല, 3ാം ക്ലാസ് തന്നെ ഇരുന്നോളൂ, ഞാൻ ടീച്ചർ ക്ലാസ് തന്നെ ഇരുന്നോളൂ. അപ്പം 4ാം ക്ലാസ്സിൽ വന്നാലോ ഒരാഴ്ച കൊണ്ട് എല്ലാം മാറി. അവിടെ അധ്യാപകനും കുട്ടികളൊന്നുമല്ല, നമ്മൾ കൂട്ടുകാർ, വളരെ സൗഹൃദമാണ്. എൻ്റെ മടിയിൽ കുട്ടികൾ വന്നിരിക്കും. എന്നെ ഞാനിപ്പോൾ ഓർക്കുകയാണ്, എൻ്റെ ഇപ്പം അങ്ങനെ ചെയ്യാറില്ലേ, ഇപ്പം നമ്മുടെ കാലമൊക്കെ മാറി ആയതുകൊണ്ടായിരിക്കാം. അവരുടെ വളയും മാലയൊക്കെ എന്നെ എടുത്തിട്ടൊരു ചാർത്തലുണ്ട്. എന്നെ ആണ് എന്നുള്ളത് പെണ്ണാക്കുന്ന ഒരു രീതിയുണ്ട്. വളരെ സ്നേഹത്തോടെ ഞാനതൊക്കെ ആസ്വദിക്കാറുണ്ട്. അതൊക്കെ അവരുടെ ഒരു സ്നേഹമാണ്. ആ സ്നേഹം ഇന്നും അവർ പുലർത്തുന്നുണ്ട് എന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിവിടെ 92 ചേർന്ന് 95, 96 10ഓളം കുട്ടികൾ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ വന്നു എന്നെ കാണാൻ. അവരൊരു മൊമെൻ്റോ ഒക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി അങ്ങനെയുള്ള ഒരു ബാച്ചിൻ്റെ സംഘം ഹൈസ്കൂളുകളിലൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു ബാച്ചിൻ്റെ സംഗമം നടക്കില്ല. പക്ഷെ അവർ സംഘടിച്ചു വന്നു. അവർ പലവരും വിദേശത്തൊക്കെ പോകേണ്ടവരാണ്. അതുകൊണ്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെ ആ യാത്രയൊക്കെ ചടങ്ങ് എത്താൻ വേണ്ടി കഴിയില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അതൊക്കെ തന്നിട്ടാണ് അവർ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെ, എൻ്റെ കുട്ടികൾ, എനിക്കിപ്പോൾ പലരെയും കണ്ടാൽ തിരിച്ചറിയാൻ, ഞാൻ അവരോട് പിരിഞ്ഞു പോകുമ്പോൾ പറയുന്നൊരു വാക്കാണ്, എന്നെ കണ്ടാൽ, ഞാൻ എത്ര വയസ്സനായാലും നിങ്ങൾക്ക് കണ്ടാൽ എന്നെ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ കൊച്ചു കുട്ടികളാണ്, 9 വയസ്സുള്ള കുട്ടികളാണ്. നിങ്ങളുടെ വളർച്ച ഇനി പെട്ടെന്നാണ്. നിങ്ങളുടെ മുഖം മാറും, നിങ്ങളുടെ ശരീരം മാറും, നിങ്ങൾ വളരെ വലുതാകും. നിങ്ങളെ തിരിച്ചറിയാൻ എനിക്കാവില്ല. പക്ഷെ നമ്മുടെ സീതു മാഷക്ക് അത് കഴിയേ. അപ്പം മാഷ് ഒന്നിച്ചിട്ട് ഞാനപ്പോൾ മാഷ് പുറകിലാണ് നിൽക്കും. മാഷ് അതാരെയും ചോദിക്കും. ശരിക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും അവരത് പറയും. പക്ഷെ ചിലപ്പോൾ വന്ന് ലോഹ്യം പറഞ്ഞാലും ഞാനെല്ലാം അങ്ങോട്ട് പറഞ്ഞ, പക്ഷെ ഈ മുഖം എൻ്റെ മനസ്സിലുണ്ട്, പേരെൻ്റെ മനസ്സിലുണ്ടാകണമെന്നില്ല. അപ്പം അത്രയും സൗഹൃദത്തിൽ കഴിഞ്ഞ ഒരു 4ാം ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ അപ്പം എൻ്റെ ക്ലാസ് ഒന്ന് മാറ്റണം. കാരണം അതിൽ ഈ വലയൊക്കെ ആയിട്ട് കാക്ക വന്നിരിക്കും. രാവിലെ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കാക്കയുടെ
കക്കൂസൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടാകും ചിലപ്പോൾ ക്ലാസ് റൂം. അപ്പം അങ്ങനെ വളരെ ബുദ്ധിമുട്ട്. അതൊക്കെ വൃത്തിയാക്കണമെങ്കിൽ തന്നെ വേണം കുറേ സമയം. അപ്പം ഞാനൊരു ദിവസം എൻ്റെ പ്രിയപ്പെട്ട മാനേജറെ കാണാൻ വേണ്ടി പോയി. പക്ഷേ ഞാൻ അതിൽ ചെറിയൊരു പണിയെടുത്തോട്ടെ, ഒന്ന് ഗ്രിൽസ് എല്ലാം കൊടുത്ത് അതിനൊരു ഡോറൊക്കെ കൂട്ടി ആ നിലത്ത് ഒക്കെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് എൻ്റെ ബെഞ്ചും ഡെസ്കിനൊക്കെ ഒരു പെയിൻ്റെല്ലാം അടിച്ചൊന്ന് ആകർഷകമായിട്ട് നമ്പിയ ടീച്ചറാണ് നമ്മുടെ അപ്പോൾ അന്ന് ഞാൻ ബെസ്റ്റ് പി ടി എക്കുള്ള ഒരു അവാർഡിനുള്ള ഒരു അപേക്ഷ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കൊടുത്തപ്പോൾ ടീച്ചർ സ്കൂളിൽ വന്നു. ടീച്ചർ മാത്രമല്ല, ഡയറ്റിൽ നിന്ന് സന്തോഷ് സാറും ഉണ്ട്. ഇവർ രണ്ടുപേരും വന്നപ്പോൾ അമ്പിയ ടീച്ചർ പറഞ്ഞു, അനിമാഷ് ക്ലാസ്സിന് എന്തെല്ലോ മാറ്റം വരുത്തിയിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കാണാമല്ലോ. അപ്പോൾ അവർ മേലെ കൈ എൻ്റെ മാഷ് നിങ്ങളെ സമ്മതിക്കണം, ഒരു ഹെഡ് മാഷ് ഈ മേലത്തെ ക്ലാസ്സിൽ നിങ്ങളെ കാണാൻ. ഞാൻ പറഞ്ഞു ഒരു ദിവസം ചുരുങ്ങിയത് 25 പ്രാവശ്യം പടി കയറുകയും ഇറങ്ങുകയും ചെയ്യും. 3ാമത്തെ നിലയിൽ കയറുക ഇറങ്ങുക. കാരണം ആരും കാണാൻ വന്ന ഉടനെ താഴെ ഉടനെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ കാണാം. അപ്പോൾ അവിടെ എത്തണം. അപ്പോൾ അതിനുള്ള മാറ്റങ്ങൾ അവർ കണ്ടു, നന്നായിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. അവിടെ നിന്നാണ് നമ്മുടെ മാറ്റം തുടങ്ങുന്നത്. മാഷ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കെട്ടിടത്തെ മുഴുവൻ പൊളിച്ച് 3 നില കെട്ടിടമാക്കി മാറ്റിയതോടുകൂടി നമ്മുടെ സ്കൂളിൻ്റെ മുഖച്ഛായ മാറി. ഹൈടെക് ക്ലാസ് മുറികളായി. ഞങ്ങളുടെ മുദ്രാവാക്യം, ഞങ്ങളുടെ ലക്ഷ്യം നിറവേറ്റിയിരിക്കുന്നെന്ന അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഹൈടെക് ക്ലാസ് മുറികളാണ്, നല്ല ഇരിപ്പിടങ്ങളാണ്, ടിവിയും ലാപ്ടോപ്പും അതുപോലെ പ്രൊജക്ടറും ഒക്കെ ക്ലാസ് മുറികളായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ ഹൈടെക് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഞങ്ങളുടെ ജനകീയ വിദ്യാലയം എന്നതാണ്. ഇത് ഞങ്ങളുടെ വിദ്യാലയമല്ല. അനിമാഷ് സ്കൂൾ എന്നറിയപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ബാബുമാഷ് സ്കൂൾ എന്നോ ആരും അങ്ങനെ എന്നോട് ഇത് പറയാറുണ്ടെങ്കിലും അങ്ങനെയല്ല അറിയപ്പെടുന്നത്. ഇത് നാട്ടുകാരുടെ വിദ്യാലയം. അങ്ങനെയൊക്കെ മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരെന്താവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണുള്ളതെങ്കിൽ പോലും ഓടി വരും ആ സാധനം എടുത്തു കൊടുക്കുക. ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേക ചടങ്ങുകൾ വീടുകളിൽ നടക്കും, വിവാഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ആവശ്യമായ പാത്രങ്ങൾ വേണ്ടി. ഒരു മടിയും ഇന്ന് വരെ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു കാര്യവും തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. എവിടെയാണെങ്കിലും നിങ്ങൾ അവിടെ എത്തിക്കോ, ഞാൻ അവിടെ എത്തി വന്നിട്ട് എടുത്തു കൊടുക്കും. നാട്ടിലെ എന്താവശ്യത്തിനും നമ്മുടെ വിദ്യാലയം വഴി ആരെ സ്വീകരിക്കും, എന്ത് യോഗം നടത്താൻ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും. അങ്ങനെ മികച്ച, അതുമാത്രമല്ല നമ്മുടെ സബ് ജില്ലയിലെ മികച്ച വിദ്യാലയമാക്കി മാറ്റി. ഇങ്ങനെ കോഴ്സ് നടക്കുമ്പോൾ എത്രയോ UP സ്കൂളുകളുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി ഞങ്ങളുടെ വിദ്യാലയത്തിലാണ് അവധിക്കാല പരിശീലനം നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ടീച്ചർമാർ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ പറയുന്ന വാക്കുകളുണ്ട്. അത് എന്നെ സൂചിപ്പിക്കാനല്ല എന്ന് എനിക്കറിയാമെങ്കിലും ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു കോഴ്സ് സംഘടിപ്പിച്ച അനിമാഷ് എന്നാണ് പറയാറുള്ളത്. കാരണം ഉച്ചഭക്ഷണം കഴിക്കാൻ അവർക്ക് കഴിയുമ്പോൾ ഞാൻ സ്കൂളിൽ എത്തിച്ചു കൊടുക്കും, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. എല്ലാ സൗകര്യവും വളരെ കൃത്യമായി ചെയ്തു കൊടുത്തുകൊണ്ട് മികച്ച രീതിയിൽ അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. LSS പരീക്ഷ നമ്മുടെ വിദ്യാലയം സെന്റർ ആയിരുന്നില്ല, പഴശ്ശി UP സ്കൂളായിരുന്നു. അമ്പിയ ടീച്ചറുള്ളപ്പോൾ ഞാൻ നിങ്ങളുടെ സ്കൂളിലേക്ക് മാറ്റി. എന്തിനാ ടീച്ചറായി എന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാവില്ല, അത് നിങ്ങൾക്കേ ശരിയാവും. അങ്ങനെയാണ് ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് അത് വരുന്നത്. LSSന്റെ വാല്യുവേഷൻ ഇതൊക്കെ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതിൻ്റെ ഇത് കാര്യമായിരിക്കാം ഞങ്ങളെ തേടിയെത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഞാൻ സമയനിഷ്ഠയും കൃത്യനിഷ്ഠയും കുറിച്ച് പറഞ്ഞു. ഇന്ന് വരെ ഒരു കടലാസ് കൊടുക്കാൻ വൈകി എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസിൽ നിന്ന് ആരും എന്നെ വിളിച്ചിട്ടില്ല. നമ്മുടെ അവർക്കറിയാം അനിമാഷ് അത് കൃത്യമായി ചെയ്തിരിക്കും. ഒരു ബുദ്ധിമുട്ടും ഞങ്ങളുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് ഓഫീസിൽ ഉണ്ടായിട്ടില്ല. ശമ്പളം കൃത്യമായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, കൃത്യമായി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അഭിമാനത്തോടെ ഓർക്കുകയാണ്. ഇതൊന്നും എൻ്റെ കഴിവാണെന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടല്ല പറയുന്നത്.
ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോഴും മറ്റൊന്ന് അടിവരയിട്ട് പറയുന്നത് സാമ്പത്തികം ആണ് എല്ലാ വിദ്യാലയങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് എനിക്കറിയാം. നമ്മുടെ പി ടി എയോട് ചോദിച്ചറിയാം, പി ടി എ ഫണ്ട് ഇല്ല പഴശ്ശീസ് LP സ്കൂളിൽ. എൻ്റെ പി ടി എ പ്രസിഡന്റുമാർ എന്നോട് പറയും, അതാ പക്ഷേ പി ടി എ ഫണ്ട് വാങ്ങിക്കൂടെ, നിങ്ങൾക്ക് എന്തെല്ലാം ചെലവുണ്ട്. ഞാൻ പറഞ്ഞു, രക്ഷിതാക്കളിൽ ഒരാളായി എന്നെയാണ് ഞാൻ കാണുന്നത്. തരാൻ പറ്റുന്ന രക്ഷിതാക്കൾ ഉണ്ടാകും, പക്ഷേ തരാൻ പറ്റാത്തവരും ഇല്ലേ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുവന്ന് തരിക തരാൻ ബുദ്ധിമുട്ടുള്ളവരാണ്, എനിക്കറിയാം. തരാൻ കഴിയുന്നവര് അതവിടെ വെക്കും. എന്നാ കൊടുക്കണം? അതെനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പ്രത്യേക ഫണ്ടുകളൊന്നും നമ്മുടെ വിദ്യാലയത്തിൽ കൂപ്പൺ അടിച്ചു കൊടുത്ത് LKG ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടുവരെ പൈസ പിരിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ വർഷം വരെ ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെ ഒരു പണിയെടുത്തിട്ടില്ല. വാർഷികം നമ്മൾ ഇന്ന് നടത്തുന്നുണ്ട്, നമ്മുടെ രക്ഷിതാക്കളാണ് നടത്തുന്നത്. നാട്ടുകാരാണ് നടത്തുന്നതെങ്കിൽ നാട്ടുകാർ എങ്ങനെ പറഞ്ഞു വന്നത്, സാമ്പത്തികമായിട്ട് ആരെയും ഞങ്ങൾ സമീപിച്ചിട്ടില്ല. നമുക്കതിനുള്ള തൻ്റെ ഇടമുണ്ട് എന്നാണ് ഞാനത് പറഞ്ഞത്. അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് അതിന് പൈസ വേണ്ടേ. ഒരുപാട് PTA ഒരുപാട് ഹെഡ്മാസ്റ്റർമാരുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ നമ്മുടെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ പറയും, PTA അങ്ങനെ പറഞ്ഞു, PTA യോഗം വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കേണ്ടത് എന്തെല്ലാമെന്നറിയാം. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് പരാതികൾ പ്രധാന അധ്യാപകർ പറയാറുണ്ട്. പക്ഷെ എനിക്കൊരു പരാതിയും എൻ്റെ PTA സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഒരു PTA യോഗത്തിലും വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. അത് വിമർശനം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ വിമർശനം, പഠന പ്രവർത്തനങ്ങളിലേക്കുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കൂടെ എന്നുള്ള നിർദ്ദേശങ്ങളല്ലാതെ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ഞാൻ കണക്ക് അവതരിപ്പിച്ചില്ല. എനിക്ക് ഇന്ന പരിപാടി നടത്തിയിട്ട് 8000 രൂപ നഷ്ടമുണ്ട്, നിങ്ങളത് തരണമെന്ന് ഞാൻ പറയാറുമില്ല. അങ്ങനെ വളരെ നല്ല നിലയിൽ എവിടെയും ഒരു പരാതിയുമില്ലാതെ പോരായ്മയുമില്ലാതെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. സ്കൂൾ വാഹനത്തിന് നമ്മൾ പൈസ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതിലെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലാതുണ്ടാകും, എന്താ മാഷ് സ്കൂൾ വാഹനത്തിന് പൈസ വാങ്ങിച്ചു, വലിയ ബുദ്ധിമുട്ടാണ്. വാങ്ങിക്കാതെ രക്ഷയില്ലാത്തതുകൊണ്ടാണ് വാങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചർമാരെയാണ് ഞാൻ ഏൽപ്പിക്കുക, ഞാൻ ചോദിക്കില്ല. അപ്പോൾ ടീച്ചർമാർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അപ്പോൾ ടീച്ചർമാരോട് ഒരു അവർക്ക് പൈസ ഇല്ല. അപ്പോൾ ടീച്ചർമാർ നിങ്ങളൊന്ന് അനിമാഷ വിളിക്കണേ, എന്നെ വിളിക്കും പക്ഷേ ഇങ്ങനെ. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഞാൻ നിങ്ങളോട് പൈസക്ക് ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ തരുമെന്ന് എനിക്കറിയാം, നിങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് തീരുന്ന മുറക്ക് നിങ്ങൾ തരുമെന്ന് എനിക്കറിയാം. നിങ്ങൾ അന്നേരം തന്നോ? തരാറുണ്ട്. അങ്ങനെ ഒരു അധ്യയന വർഷം കഴിഞ്ഞ് പിറ്റേത്തെ അധ്യയന വർഷം അവർക്ക് പൈസ വരുമ്പോൾ അവരെന്നെ സഹായിക്കാറില്ല, അവർ തിരിച്ചു തരാറുണ്ട്. അതല്ലേ മൂല്യം? എല്ലാം നിങ്ങൾ പൈസ തന്നില്ല നാളെ വണ്ടി കയറണ്ടെന്ന് പറയുന്ന സ്കൂളുകളുടെ കൂടെയല്ല നമ്മുടെ വിദ്യാലയം. ഇങ്ങനെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് എനിക്ക് കരുത്ത് പകർന്നിട്ടുള്ള ഈ 3 ഘടകങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. എൻ്റെ സഹപ്രവർത്തകർ, ഞാൻ അവരുടെ ഒന്നും പേരെടുത്ത് പറയുന്നില്ല, 14 പേരിന് ഞാനടക്കം. എങ്കിലും ഈ 2 കാര്യങ്ങളാണ് ഞാൻ നമ്മുടെ വിദ്യാലയത്തിൻ്റെ മുദ്രാവാക്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ജനകീയ വിദ്യാലയം, ഹൈടെക് വിദ്യാലയം, മറ്റൊന്ന് മികവാർന്ന വിദ്യാലയം. അക്കാദമിക രംഗങ്ങളിലും പറ്റാവുന്ന അത്ര വിജയം, അക്കാദമികേതര വിജയങ്ങളിൽ പ്രവർത്തനങ്ങളിൽ മികച്ച വിജയം. കാരണം 3 വർഷമായി സബ് ജില്ലാ കലോത്സവം ഞാനിവിടെ വന്ന് ചേർന്നപ്പോൾ സബ് ജില്ലാ കലോത്സവം നമുക്കൊന്നും അല്ല എന്നായിരുന്നു എൻ്റെ ധാരണ. അതിൽ എന്തെങ്കിലും ഒരു മത്സരത്തിന് ആളെ പങ്കെടുപ്പിക്കുക, അങ്ങനെ ഒരു മത്സരമായിട്ട് പോകാറില്ല. പക്ഷേ
നമ്മൾ കുറച്ചൊന്ന് വളർന്നു. 100 കുട്ടികളുടെ അടുക്കൽ നിന്ന് 200 കുട്ടികൾ വരെ എൻ്റെ കാലത്ത് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ കൂടിയപ്പോ എന്താ നമുക്ക് സെലക്ഷൻ നടത്തിക്കൂടെ? അമൃത ടീച്ചറെ പോലുള്ളവര്, കാരണം കലാപരമായിട്ട് കഴിവുള്ളവര് വിദ്യാലയത്തിലേക്ക് കടന്നു വന്നു. എനിക്കൊന്നും അത്ര വലിയ കലാപരമായ കഴിവില്ല. ഈ കാര്യങ്ങൾ ആലോചിക്കുക, സംഘടിപ്പിക്കുക, നടപ്പിലാക്കുക എന്നല്ലാണ്ട്. അപ്പൊ അവരുടെയൊക്കെ സഹായത്തോടു കൂടി അതിന്റെ നേക്കിന് പിടിക്കാൻ തുടങ്ങി. നേക്കിന് പിടിച്ചപ്പോ ഈ വർഷം 2ാം സ്ഥാനത്ത്, 2 പോയിന്റിന് 2ാം സ്ഥാനത്തേക്ക് പോയി. കഴിഞ്ഞ വർഷം 1ാം സ്ഥാനം നേടി. അതിന് മുന്നത്തെ വർഷം 2ാം സ്ഥാനം നേടി. അങ്ങനെ കലോത്സവങ്ങളിൽ വിജയം നേടി, ശാസ്ത്രമേളകളിൽ വിജയം നേടി. അങ്ങനെ എല്ലാ രംഗങ്ങളിലും ക്വിസ് മത്സരങ്ങളിൽ ഒരുപാട് ക്വിസ് മത്സരങ്ങൾ അതിൻ്റെ ഒരു പ്രാധാന്യം കൊടുത്ത കാലമുണ്ട്, ഇപ്പോഴും പ്രാധാന്യമുണ്ട്. അക്ഷരപ്പറ്റം ക്വിസില് നമ്മുടെ വിദ്യാലയത്തിന് ഗോൾഡ് മെഡൽ കിട്ടിയത് ഞാൻ ഇത്തവണത്തെ ഓർക്കുകയാണ്. അന്ന് അതൊരു വലിയ കാര്യമാണ്. 100 ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ 1ാം സ്ഥാനമായി ഒരു ഗോൾഡ് മെഡൽ കിട്ടുക നമ്മുടെ വിദ്യാലയത്തിന്, ജില്ലയിൽ, അതൊരു വലിയ വിജയമായിരുന്നത് അക്ഷരപ്പറ്റം തുടങ്ങിയ കാലത്ത്. അത് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മികവിന്റെ കാര്യത്തിൽ ഈ അക്കാദമികമായ മികവും അക്കാദമികേതര മികവും ഞങ്ങളുടെ വിദ്യാലയത്തിൽ നേടിക്കൊടുത്തിട്ടുണ്ട്. അതിനും നിങ്ങളുടെയൊക്കെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ്. എൻ്റെ വിജയമൊന്നുമല്ല. ഇപ്പൊ അവസാനം ഞങ്ങൾ ഒന്നുകൂടി അതിൻ്റെ കൂടെ തുന്നിച്ചേർത്തു, ശുചിത്വ വിദ്യാലയം. ഈ ശുചിത്വ വിദ്യാലയം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുക എൻ്റെ സന്ധ്യ ടീച്ചറെയാണ്. എൻ്റെ ഒപ്പം നിന്ന് എന്നെ പേടിയാ. ശുചിത്വത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും എന്നെ പേടിയാണ്. ഞാൻ നന്നായി പറയും. ഞങ്ങളുടെ വിദ്യാലയത്തിൽ മിഠായി നിരോധിച്ചിട്ട് വർഷങ്ങളായി. പേനകൾ ശേഖരിക്കാൻ, നമുക്കൊന്ന് ഭാസ്കര മാഷ കാലത്ത് തന്നെ ആ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പേനകൾ ശേഖരിക്കുക, എഴുതി തീർന്ന പേനകൾ. മുനിസിപ്പാലിറ്റി ഇപ്പോഴാണ് അതിനുള്ള ബോക്സുകൾക്ക് തയ്യാറാക്കാൻ തുടങ്ങിയത്. അതിന് എത്രയോ കാലം മുമ്പേ നമ്മുടെ വിദ്യാലയത്തിൽ ബോക്സ് ഉണ്ട്. അത് ആക്രിക്കാർക്ക് കൊടുത്തിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പൊ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഉന്നതിയിലെത്തി നിൽക്കുന്നുണ്ട് ഞങ്ങൾ. 10 സ്റ്റാർ പദവി ഇപ്പം നേടി. അതിനെ എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ അധ്യാപകർ, അതിൽ ഏറ്റവും മുൻഗണനയിലുള്ള സന്ധ്യ ടീച്ചറാണ്. ഞങ്ങൾക്ക് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എന്നോടൊപ്പം അത് ഡോക്യുമെന്റ് ചെയ്തു വെക്കുക എന്നതിൽ ടീച്ചർക്ക് എന്നെ പോലെ തന്നെയുള്ള കഴിവുണ്ട്. എന്നെക്കാൾ കഴിവുണ്ട്. എന്നെ പോലെയല്ല, എന്നേക്കാൾ കൂടുതൽ കഴിവുണ്ട്. ഇപ്പൊ മിഠായി നിരോധിച്ചു. മിഠായി കടലാസ് നമ്മുടെ വിദ്യാലയത്തിൽ ഇല്ല. ഒരു കുട്ടിയും സ്കൂളിൽ മിഠായി കൊണ്ടുവരില്ല. തണുപ്പ് പിടിച്ചിട്ട് 2 ദിവസം ഇറങ്ങി. മിഠായി കടലാസ് ഇല്ലാത്ത നഗരസഭാ ചെയർമാൻ എപ്പോഴും ഞങ്ങളുടെ വിദ്യാലയത്തെ കുറിച്ച് പറയുന്നൊരു വാക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പേ നഗരസഭയുടെ ഒരു അഭിനന്ദനം ഏറ്റുവാങ്ങി. അതും മാഷ് പറഞ്ഞത് പഴശ്ശി എസ് പി സ്കൂൾ ആദ്യമായി മിഠായി നിരോധിച്ച വിദ്യാലയമാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മിഠായി കടലാസ് കാണാൻ കഴിയില്ല. നമ്മുടെ കുട്ടികള്, ഞാൻ ഇപ്പം പറയലുണ്ട്, പാമ്പിനെ കണ്ട പോലെ ഒരു പ്ലാസ്റ്റിക് കടലാസ് ഞങ്ങളുടെ മുറ്റത്ത് വന്ന് വീണാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ നാടൻ ഭാഷയിൽ പാമ്പിനെ കണ്ടാൽ എങ്ങനെയാണ്? അതൊരു ബഹളമായിരിക്കും. അങ്ങനെ ഒരു ബഹളം ഓടി വരും. മാഷേ, ഒരു പ്ലാസ്റ്റിക്. എൻ്റെ കുട്ടികൾ അത്രയും ജാഗരൂകരാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, പറഞ്ഞാലൊന്നും തീരില്ല. ഞങ്ങളൊരു ടൂർ പോയി ഈ വർഷം. പല വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികൾ അവിടെയുണ്ട്. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ, കാരണം അവിടെ കുട്ടികൾക്കുള്ള റൈഡുകളാണ്, ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി എല്ലാം കൂടി വന്നിട്ട് പറഞ്ഞു, മാഷേ നിങ്ങളത് കാണുന്നില്ല. ഞാനൊന്നും പ്രതികരിച്ചില്ല. കാരണം അവര് കുടിച്ച ബോട്ടിൽ അവിടെ വരുന്ന വഴിയിൽ എറിഞ്ഞിട്ട് പോവുകയാണ് കുട്ടികൾ.
നിങ്ങളെന്തോന്നും പറയാത്ത എന്നെ ചോദ്യം ചെയ്യാൻ ഞാനൊന്നും മിണ്ടില്ല. എന്നെ ഒരു നോട്ടവും നോക്കിയിട്ട് അവിടെ ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ ആ കുപ്പി എടുത്തിട്ട് അതിൻ്റെ ബോട്ടിൽ പൂത്തിൽ കൊണ്ടുപോയിട്ടു. എനിക്കപ്പോഴുണ്ടായ അഭിമാനം, അതാണ് എൻ്റെ സ്വത്ത്. ആ അഭിമാനം ഞാൻ എപ്പോഴും, അതുപോലെ എൻ്റെ കുട്ടികൾ ചെയ്യുന്നതിൻ്റെ ഒരുപാട് വീഡിയോകളൊക്കെ വന്നു. അപ്പൊ ഈ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ആത്മാർത്ഥമായിട്ട് 100% വാങ്ങിച്ചു വരും. A+ നഗരസഭയിലെ A+ 100 മാർക്ക് കിട്ടിയാലാണ് A+ കിട്ടുക. 2 വിദ്യാലയങ്ങളാണ് നഗരസഭയ്ക്കുള്ളത്, മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളും പഴശ്ശി LP സ്കൂളും. ജില്ലയിലെ 10 സ്റ്റാർ പദവി നേടുന്ന 1000-ൽ പരം വിദ്യാലയങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട്. പക്ഷെ 10 സ്റ്റാർ പദവി നേടുന്നത് 30 വിദ്യാലയങ്ങളാണ്. അതിൽ 3 മട്ടന്നൂർ നഗരസഭയിലാണ്. അതിൽ ഒന്നാമതായി നമ്മളുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ അവസാനം ചേർത്തത് ശുചിത്വ വിദ്യാലയം. ഈ 4 നേട്ടങ്ങളോട് നേടിക്കൊണ്ട് തന്നെയാണ്, അതിൻ്റെ ഉന്നതിയിലെത്തിക്കൊണ്ട് തന്നെയാണ് ഈ വർഷം ഞാൻ പിരിഞ്ഞു പോകുന്നതെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം. ഇതിനെല്ലാം ഞാൻ നന്ദി പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ രക്ഷിതാക്കളെയും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെന്നെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അവർ കൂട്ടി വരും. എനിക്കതിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഇപ്പൊ ചെറിയൊരു കുത്തനക്ക് വെച്ച് തരും. പക്ഷെ നിങ്ങളൊരു വർത്താനം പറ്റില്ല, നിങ്ങൾ പോകുന്നവരെ നമ്മളുണ്ടാകണം. ഉണ്ടെങ്കിൽ നമ്മൾ വരില്ലേ? അവർ തമാശ പറയുന്നതാണ് എനിക്കറിയാം. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എവിടെയൊരു ആണി ധരിക്കുന്ന പോലെ തോന്നുന്നു. അത് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഞാൻ ആദ്യം പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എൻ്റെ വിദ്യാലയം എൻ്റെ ഹൃദയമാണ്. ആ ഹൃദയത്തെ സംരക്ഷിക്കുക എന്നത് എൻ്റെത് മാത്രം ഉത്തരവാദിത്വമല്ല. എന്നെ സഹായിക്കുന്നവരുടെ പേര് ഞാൻ ഇവിടെ പറഞ്ഞാൽ അതിൽ ആരെങ്കിലും ഒരാളെ വിട്ടുപോയാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ PTA പ്രസിഡന്റുമാർ അതാത് കാലങ്ങളിൽ അവർ നൽകിയിട്ടുള്ള പിന്തുണ, മദർ PTA പ്രസിഡന്റുമാർ മാതൃകാപരമാണ്. മദർ PTAയുടെ ഒക്കെ ഞങ്ങളുടെ വിദ്യാലയത്തിൽ പെടുത്തണം. ഈ വർഷത്തെ മാത്രം അനുഭവം നോക്കി, വിദ്യാലയത്തിൽ ഏതെങ്കിലും വിദ്യാലയത്തിൽ LP സ്കൂളിൽ ഫ്രിഡ്ജ് വാങ്ങി. അപ്പൊ നമ്മള് മദർ PTAയും PTAയും ചേർന്ന് ആലോചിച്ചു, നമ്മുടെ സ്കൂളിൽ ഫ്രിഡ്ജ് വേണം. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ അവസരം നിങ്ങളോട് ആരെയും ചോദിച്ചില്ല, ചോദിച്ചോട്. അവര് ഫ്രിഡ്ജ് കൊണ്ടുവന്നു, ഗ്രൈൻഡർ കൊണ്ടുവന്നു. എന്താണോ വിദ്യാലയത്തിൽ വേണ്ടത് കണ്ടറിഞ്ഞ് ചെയ്യാൻ എൻ്റെ PTAക്ക് കഴിയാം. അവിടെ അവരും സാമ്പത്തികം നോക്കാറില്ല. കയ്യിൽ നിന്നെടുത്തിട്ട് എന്ത് കാര്യം അവർ ചെയ്യാൻ തയ്യാറും. ഇപ്പൊ ഒരുപാട് ഉപഹാരങ്ങൾ വരുന്നു. ഉപഹാരങ്ങളെ കുറിച്ച് ആയിരിക്കും എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. കാരണം ഇതൊന്നും വായിക്കാനൊന്നും ഞാൻ അർഹനൊന്നല്ല. അപ്പൊ എൻ്റെ PTA അതുപോലെ എൻ്റെ നാട്ടുകാരും എൻ്റെ മുൻ PTAക്കാർ എന്നാലും പേര് പറയാതെ പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വന്ന് ചേരുമ്പോൾ മുതൽ എന്നോട് ഇന്ന് വരെ എൻ്റെ കൂടെ നിന്നവര് എല്ലാവരും ഉണ്ട്. ഞാൻ പേര് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാവുമെന്ന് അറിയില്ല. പക്ഷെ 1-2 പേരുകൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അല്ല വേണ്ട, ഞാൻ പറയുന്നത് അത് ആരെങ്കിലും ഒരാളെ വിട്ടുപോയാൽ അതൊരു ബുദ്ധിമുട്ടായി. അപ്പൊ അവരുടെ സേവനങ്ങൾ, അവരുടെ പിന്തുണയാണ് ഇതിനൊക്കെ എനിക്ക് പ്രചോദനമായിട്ടുള്ളത്. ഇന്നൊരു ഭക്ഷണം ഏർപ്പാടാക്കണം, റെഡി, ലിസ്റ്റ് കിട്ടും,
സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും വേണ്ട, പിന്നെ ആ ഭാഗം ചിന്തിക്കണം. അത്രയുമുള്ളൊരു കൂട്ടായ്മ. വേറെ എന്തെങ്കിലും കാര്യം ചെയ്യണം, വാർഷികാഘോഷം നടത്തണം, ഞങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഈ വിദ്യാലയത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പിന്തുണ നൽകുന്നവരെ അവരോട് ഞാൻ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. വേണം എനിക്കുന്നവര്, അവരുടെ സ്നേഹം എനിക്ക് വേണം, ഈ വിദ്യാലയത്തിന് വേണം. അതൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എങ്കിലും പിരിഞ്ഞു പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവരോടെല്ലാം എന്നെ കളിയാക്കും, നമ്മുടെ ടീച്ചർമാരല്ല. അനിമാഷ്ക്ക് ഭയങ്കര സമയം. ഞാൻ പറഞ്ഞ എനിക്കങ്ങനെ ദിവസം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതി. പക്ഷെ എൻ്റെ ആ എത്ര പെട്ടെന്ന് ഇവിടെ പോയാൽ മതിയെന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു ഹെഡ് മാസ്റ്ററായിട്ട് തുടരുക എന്നത് പണ്ടത്തെ പോലെയല്ല. ഭാസ്കർ മാഷുള്ള കാലത്തെ പോലെയൊന്നുമില്ല. ഭാസ്കർ മാഷുള്ള കോൺഫറൻസിന് പോയാൽ അന്ന് കുറേ കാര്യങ്ങൾ പറയും, ഇന്ന കടലാസുകളിൽ എത്തിക്കണം, അത് എത്തിക്കാൻ 1-2 ആഴ്ച കഴിഞ്ഞു. കാരണം 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കോൺഫറൻസ് എടുക്കുക. കാരണം അന്ന് ഈ ഫോൺ വഴിയുള്ള ബന്ധങ്ങളൊന്നുമില്ല, ഓൺലൈനിലില്ല, ഇന്റർനെറ്റ് ഇല്ല, എല്ലാം കടലാസാണ്. അതുകൊണ്ട് മാഷത് കേട്ട് വന്ന് ഇനി ഇതെല്ലാം ചെയ്യണേ, ഇതെല്ലാം എഴുതണേന്ന് പറഞ്ഞാൽ എല്ലാം എഴുതിയെല്ലാം തയ്യാറാക്കിയെങ്കിലും നമ്മൾ ഇന്നതല്ല. 12:30 മണിക്കാന്ന് ഓഫീസറിൽ ഇരിക്കുന്നതും 12:30 മണിക്കാന്ന് പറയാ, 12 മണിക്ക് റിപ്പോർട്ട് തരണം. ഞാൻ കൊടുക്കുവേ, ഞാൻ 12 മണിക്ക് കൊടുക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്നെ ഇതുവരെ ഓഫീസിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഹെഡ് മാസ്റ്റർ എന്നത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ലോകത്തേക്കാണ് ഇപ്പൊ ഹെഡ് മാസ്റ്റർ പോകുന്നത്. കാരണം ഇത് മാത്രമല്ല, സ്കൂളിന്റെ ഇപ്പം കോടതിയൊക്കെ പറഞ്ഞത്, അഥവാ ആരെങ്കിലും അടിച്ചു പോയാലും അല്ലെങ്കിൽ ടീച്ചർ അടിച്ചു പോയാലും അതിന് ഹെഡ് മാസ്റ്റർ മറുപടി പറയണം. ഇപ്പം കുട്ടികളെ നോക്കിക്കൂടാ, അടിച്ചുകൂടാ, ശാസിച്ചുകൂടാ എന്നൊക്കെ വന്നു. എനിക്കൊന്ന് അതിനും തന്നെ ഒരു മാറ്റം വരും. നമ്മളെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ വല്ലാത്തൊരു ഇടുങ്ങിയതിലേക്ക് നമ്മുടെ വിദ്യാലയത്തിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലേ? ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് അങ്ങനെ ഒന്നും ഒരു കാര്യവും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു രക്ഷിതാവിൽ നിന്ന് നിങ്ങളെന്താ എന്നെ കുട്ടിയെ അടിച്ചത്, അല്ലെ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ എന്താ ഇങ്ങനെ അടിച്ചത് എന്നൊന്നും എന്നോട് ചോദിച്ചിട്ടില്ല. കാരണം അത് വേണ്ടി വരാറില്ല. നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്. അതും കൂടി എനിക്ക് അഭിമാനത്തോടെ പറഞ്ഞ് എടിയിലൊക്കെ അഭിമാനത്തോടെ പറയാം. കാരണം നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾ മറ്റു വിദ്യാലയത്തിൽ പോയി അവിടെ ടീച്ചർമാർ പറയുന്നൊരു വാക്കുണ്ട്, പക്ഷെ ഇങ്ങളടുക്കിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ഒരു എല്ല് കൂടുതലാണ്. എന്താ? അവര് നന്നായി സംസാരിക്കും, അവരെന്ത് പരാതി ഉണ്ടെങ്കിലും പറയും, പഠിക്കുന്ന കാര്യത്തിൽ അവർ മോശമല്ല. അപ്പൊ അതുകൊണ്ട് മട്ടൻ UP-യിലായാലും ശരി, പഴശ്ശി UP-യിലായാലും ശരി, എവിടെ പോയാലും അവിടുത്തെ ടീച്ചർമാർ നിങ്ങളെ വന്നൊക്കെ വന്ന കുട്ടിക്ക് ഒരു എല്ല് കൂടുതലാണ്. അത്രയും സമൂഹത്തിൽ ഇടപെടാൻ ഞങ്ങൾ അവരെ പരിശീലിപ്പിക്കാറുണ്ട് എന്നതാണ് അതിന്റെ ഒരു ഭാഗം. അപ്പൊ അങ്ങനെയുള്ള മക്കളെ ഒരുപാട് വ്യക്തിത്വങ്ങൾ, എല്ലാ വ്യക്തിത്വങ്ങളോടും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഈ ഒരു ഉപഹാരങ്ങൾക്കൊക്കെ വീണ്ടും ഞാൻ ആലോചിക്കുക, ഞാൻ ഇതിനെല്ലാം അറിയണം. കാരണം ഇതൊന്നും ഈ ഇവിടെ നടത്തിയിട്ടുള്ള ഒരു കാര്യവും ഞാനല്ല, ഞാനതിനൊരു നിമിത്തമാകുന്നേ ഉള്ളൂ. PTA-യും ജനങ്ങളും നാട്ടുകാരും കുട്ടികളും ഓരോരുത്തരും വരുമ്പോൾ സമ്മാനം വാങ്ങിച്ചിട്ട് വരുന്നത്. അതായത് സമ്മാനം വാങ്ങരുത്, പക്ഷേ വേണ്ട എന്നോട് ചോദിച്ചോടൊക്കെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവർ സ്നേഹത്തോടെ കൊണ്ടുവന്ന് തരുമ്പോൾ അത് വാങ്ങാതിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി എനിക്കൊരു വാച്ച് കൊണ്ടു തന്നു, എൻ്റെ കയ്യിൽ കെട്ടിത്തന്നു. വാച്ച് കെട്ടാത്ത നാളുകളത്തിൽ എനിക്ക് പിന്നെ അതൊന്നും ഒരു കനമായി തോന്നും. മാഷി ഇപ്പൊ തന്നെ കെട്ടണം പറഞ്ഞു. അപ്പൊ 1 മിനിറ്റ് കെട്ടിയപ്പോൾ എനിക്കത് ആകുന്നില്ല, ഞാനത് കഴിച്ചു വെച്ചു.
ഇങ്ങനെയൊക്കെ സ്നേഹം കൊണ്ട് മൂടാൻ നിർത്തുന്നു. നിങ്ങളൊക്കെ നൽകിയ ഈ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഇവിടെ ഈ വേദിയിൽ എൻ്റെ ഈ ഒരു യാത്രയപ്പ് ചടങ്ങിന് ലോകത്തിൻ്റെ സാഹിത്യകാരൻ എത്തിച്ചേറുക എന്ന് പറഞ്ഞതിലപ്പുറം മഹാഭാഗ്യം ഇനി എനിക്കെന്താണ് വേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ, ഞാൻ ആദ്യം യാത്രയപ്പ് വേണം അല്ലെങ്കിൽ സംഘാടക സമിതി രൂപീകരിക്കും. ഞാൻ പറഞ്ഞ ടീച്ചറുടെ ഒരു സമയമായിരിക്കണം, എൻ്റെ യാത്രയപ്പിന് ടീച്ചർ വേണേ. അപ്പോൾ നമ്മൾ കണ്ടത് 3-ാം തീയതിയോ 4-ാം തീയതിയോ മറ്റോ ആണ്. അപ്പോൾ ടീച്ചർ മധുരയിൽ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ ടീച്ചർ സൗകര്യമുള്ളൊരു ദിവസം. അതാണ് എൻ്റെ ഭാഗ്യം. ഭാസ്കരൻ മാഷ് വേണം, എൻ്റെ ഈയോ വേണം. ഞാൻ വേണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ എൻ്റെ കൂടെ ഇന്ന് വേദിയിലുണ്ട്. അതുതന്നെയാണ് എൻ്റെ ഭാഗ്യം. അതാണ് നിങ്ങൾ നൽകിയ ഏറ്റവും വലിയ യാത്രയായി. ഈ വലിയ മുഹൂർത്തം ഒരിക്കലും മറക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാം സ്നേഹം അറിയിച്ചുകൊണ്ട്